ഹലോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാറില്ല. എന്ന് വെച്ചാൽ നാടൻ ഫുഡ് കേട്ടോ. അല്ലാതെ ഉച്ചയ്ക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നത് കൂടുതലും വെറൈറ്റി റൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഏട്ടനുള്ള ദിവസങ്ങളിലാണ് ഞാൻ കുറച്ച് നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് സാൽമൺ ഫിഷ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രോസൺ ആണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എടുത്തിട്ടൊന്ന് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. പിന്നെന്തോ അവിയൽ കഴിക്കാൻ വലിയ ഒരു മോഹം. പക്ഷേ അതിനുള്ള വെജിറ്റബിൾസ് ഒന്നും ഫ്രിഡ്ജിലില്ലായിരുന്നു. ഉള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് തട്ടിക്കൂട്ട് ഒരു അവിയലൊക്കെ ഉണ്ടാക്കി. പിന്നെ പാവയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി മോരുകറി ഉണ്ടാക്കി. നമ്മൾ സാധാരണ വെള്ളരിക്കയൊക്കെ ഇടുന്നതിന് പകരം പാവയ്ക്ക ഇട്ട് മോരുകറി ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും ആ കയ്പ്പ് വളരെ കുറവായിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഫിഷെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴത്തേനും ചോറൊക്കെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വെന്താലും ഞാൻ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വാർത്തിടും കേട്ടോ. എന്നാലേ എനിക്ക് ആ ഒരു ചോറ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി പശപശപ്പുണ്ടാവും. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ റെഡിയായി. നമ്മുടെ തട്ടിക്കൂട്ട് അവിയലും പിന്നെ സാൽമൺ ഫിഷ് ഫ്രൈയും ഇന്നലെ ഫിഷ് കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു. പിന്നെ നല്ല പാവയ്ക്ക മോരുകറിയും എല്ലാം കൂടെ കൂട്ടി ഞാനും ഏട്ടനും കൂടി ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എപ്പോഴും ബോറാണ്. പക്ഷേ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ്.